വണ്ടാനം സർക്കാർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുത്തു. കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലാണ് ആർട്ടിലറി ഫോർസെപ്സ് എന്നൊരു ഉപകരണത്തെ പുറത്തെടുത്തത്. തൊണ്ടി മുതലായതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് ഈ ഉപകരണം കൈമാറി. സർക്കാർ നിയോഗിച്ച ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. ഉഷയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. രാവിലെ 9:15 അമൃത ആശുപത്രിയിൽ ആരംഭിച്ച ശസ്ത്രക്രിയ 12:15 പൂർത്തിയായി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷയുടെ വയറിനുള്ളിൽ കുടുങ്ങിയ ആർട്ടറി ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തു. നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ തൊണ്ടി മുതലാണ് ഈ ഉപകരണം. അതുകൊണ്ട് കേസ് അന്വേഷിക്കുന്ന അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് ഉപകരണം കൈമാറി. 2 സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ശസ്ത്രക്രിയ. അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർക്കൊപ്പം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 5 വർഷം മുൻപ് ഗർഭപാത്രം നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉഷയുടെ ബന്ധുവിന്റെ പരാതിയിൽ അന്നത്തെ ഗൈനക്കോളജി വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. നിലവിൽ ഒരാൾ മാത്രമാണ് പ്രതിപ്പട്ടികയിലുള്ളത്. സംഭവം വിവാദമായതോടെ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജെ ഷാഹിദ, സ്ക്രബ് നഴ്സ് PS ധന്യ എന്നിവരെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് 2021 ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത്. സീനിയർ റെസിഡന്റും PG ഡോക്ടറും അനസ്തീഷ്യ വിഭാഗത്തിലെ 3 ഡോക്ടർമാരും 3 നഴ്സുമാരും ഒപ്പമുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും മുഴുവൻ ഉപകരണങ്ങളും പരിശോധിച്ച് തിട്ടപ്പെടുത്തിയെന്നാണ് ചികിത്സാ രേഖകളിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് മലയാളം, കൊച്ചി.